ശ്രീ പാർവതി നായികയായി ശ്രീ ജഗന്ന് മാത്രമുള്ളോ ഭൂമിയുടെ നടുപ്പുള്ളോ ഈലാവൃതത്തിൽ മഹാദേവൻ സ്തുതിക്കുന്ന സംഘർഷണമൂർത്തി സ്വാമി ശരണമി വന്നു തവ തൃപാദപത്മം. ഈലാവൃതത്തിനു പൂർവേ ഭദ്രാശ്വഖണ്ഡുത്തിങ്കലായി ഭദ്രശ്രവസുകൾ സ്തുതി ചെയ്തിടുന്നോരാ പ്രളയത്തിൽ വേദങ്ങളെ വീണ്ടെടുത്ത ഹയഗീവ മൂർത്തിയെ ഞാൻ മനസ്സിങ്ക് ധ്യാനിച്ചിടുന്നു. ഈലാവൃതത്തിനു തെക്ക് ഹരിവർഷ ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദാദി ഭക്തജന സേവിതനായി ശുദ്ധനായ അദ്വൈതത്തെ നൽകിയിടുന്ന നാനസിംഹമൂർത്തിയെ ഞാൻ മനസ്സിങ്കൽ ധ്യാനിച്ചിടുന്നു. കാമദേവ സ്വരൂപനാം ഭഗവാനെ അവിടുത്തെ പാദമെന്നും ഭജിച്ചിടുന്നു. ഉത്തരേ രമണീയമാം രമ്യക ഭൂഖണ്ഡിത്തിങ്കൽ വൈവസ്വതമനുവിനാൽ പൂജിതനായി ഭക്തജനവത്സലനായി മത്സ്യരൂപത്തോടെ മിന്നും ജഗന്നാഥ വിടുത്തെ ഭജിച്ചിടുന്നു. ഹിരൺമയ ഭൂഖണ്ഡത്തിൽ പിതൃശ്രേഷ്ഠനായിടുന്ന ആര്യമാവു സേവിക്കുന്ന കൂർമ്മമൂർത്തിയെ മന്ദരത്തെ താങ്ങിയതാൻ ജ്ഞാനസ്വരൂപനാം ദേവ അവിടുത്തെ പാദപദ്മം ഭജിച്ചിടുന്നു. പ്രിയയാകും ഭൂമിദേവേ പ്രിയപ്പെട്ട മന്ത്രങ്ങളാൽ സ്തുതിച്ചിടും ഉത്തര കുരുഭൂഖണ്ഡത്തിൽ ജ്ഞാനികളാൽ സേവിതനായ യജ്ഞവരാഹമാം മൂർത്തേ അടിയനെ എന്നുമെന്നും രക്ഷിക്കേണമേ. കിംപുരുഷവർഷത്തിലോ ഹനുമാനാൽ സേവിതനായി സീതാഹൃദയഹാരിയായി മനോഹരനായി ശ്രീരാമനായി ശോഭിക്കുന്ന ശ്രീരുന്ന മഹാവിഷ്ണു ഭവിപാലിക്കുക എന്നെ കാരുണ്യ സിന്ധോ. ഭാരതവർഷത്തിങ്കലോ ഭക്തജനാന സേവിതനായി ശ്രീനാരദ പൂജിതനായി വിളങ്ങിടുന്ന നരനുമായി വസിക്കുന്ന നാരായ സ്വരൂപമേ സർവവ്യാപിൻ എന്നുമെന്നും രക്ഷിക്കേണമേ. ലാക്ഷത്തിലോ ആദിത്യനായി ശാശ്മലത്തിൽ ചന്ദ്രനായും കുശത്തിലോ അഗ്നിയായും വിളങ്ങിയിടുന്ന ക്രൗഞ്ചത്തിലോ ജലമായി ശാഖത്തിലോ വായുവായി പുഷ്കരത്തിൽ പരബ്രഹ്മസ്വരൂപനായി